അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതം വാങ്ങിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്തായാനെ? അനഘയെക്കാള് എന്തുകൊണ്ടും നിനക്ക് യോജിച്ച പെൺകുട്ടി ആതിര തന്നെയാ. അതിന് ഈ ഏട്ടന് ഒരു തർക്കവും. പക്ഷേ അവക്ക് നിന്നെ വേണ്ടാത്ത സ്ഥിതിക്ക് ഇനി ആ വഴിക്ക് പോവണ്ട. ഇഷ്ടമില്ലാത്തവരുടെ പുറകെ പോയാ അവസാനം നമുക്കത് വേദന മാത്രമേ തരൂ. നമ്മുടെ ഉള്ളുലയുന്നതും കണ്ണീരും ഒക്കെ അവരെ കാണുന്നു നമ്മൾ കരുതും. പക്ഷെ ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം ഏട്ടന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. പ്പെടുമ്പോഴുള്ള വേദന എനിക്ക് മനസ്സിലാവും. നീ ആതിരയോട് ഇപ്പൊ ചെയ്യേണ്ടത് നീ നിന്റെ ജീവിതത്തിൽ നിന്ന് അവളെ പോകാൻ അനുവദിക്കുക എന്നുള്ളതാ. മനസ്സിലേക്ക് കയറ്റി വയ്ക്കുന്നത് പോലെ തന്നെ ഇറക്കി വിടുന്നതും സ്നേഹം തന്നെയാണ്. എനിക്കറിയാം അതത്ര എളുപ്പമല്ലെന്ന്. പക്ഷേ ഇനി ഒരു കാര്യത്തിനും നീ അവളെ ശല്യപ്പെടുത്തരുത്. നമ്മളെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒന്നും മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെ ആവണമെന്നില്ലടാ. അതാ ഈ ഏട്ടൻ്റെ അനുഭവം. നീ ഇന്ന് ആ വീട്ടിലേക്ക് കയറി ചെന്നത് നിന്റെ സ്നേഹം ആത്മാർത്ഥമായതുകൊണ്ടാ. നിന്റെ മനസ്സിൽ കള്ളമില്ലാത്തതുകൊണ്ടാ. എന്നിട്ട് സംഭവിച്ചതോ എല്ലാവരുടെ മുമ്പിൽ തല കുനിച്ച് കരഞ്ഞിറങ്ങി പോരേണ്ടി വന്നില്ലേ? ആവശ്യം അറിഞ്ഞേ കൊടുക്കാവൂ. അത് ഭക്ഷണമായാലും സ്നേഹമായാലും. അല്ലെങ്കിൽ അത് അവഗണിക്കപ്പെടുകയുള്ളൂ. ആതിരയെ മറന്ന് ഉടനെ അനഘയോടൊപ്പം ഒരു ജീവിതം തിരഞ്ഞെടുക്കണമെന്ന് ഏട്ടൻ പറയില്ല. നീ നല്ലതുപോലെ ആലോചിച്ചൊരു തീരുമാനമെടുക്ക്. പക്ഷെ ആ തീരുമാനത്തിൽ ഒരിടത്തും മാത്രമല്ല എന്റെ അനിയന് വേണ്ടി താൻ ആതിരയോട് സംസാരിക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മൾ തമ്മിൽ ഈ കാര്യത്തെക്കുറിച്ചൊരു സംസാരമില്ല. ഇതിന്റെ പേരിൽ താൻ തന്റെ വീട്ടിലേക്ക് പോവുകയും വേണ്ട.
ബേട്ടാ മാപ്പ്. എന്തിനാ നിനക്ക് മാപ്പ് തരേണ്ടത്? ഇവിടെയുള്ള എല്ലാവരെയും വേഷം കെട്ടിച്ച് അവിടെ കൊണ്ടിരുത്തി നാണം കെടുത്തി വിട്ടേനോ? അതോ ഞാൻ വിളിച്ചിട്ട് മനഃപൂർവ്വം എടുക്കാത്തതിനോ? ഇനി അതുമല്ല ഭർത്താവിന്റെ അനിയനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് ഞങ്ങളുടെ സ്വസ്ഥത കളയാൻ നോക്കിയതിനോ? ഏതിനാ മാപ്പ് തരേണ്ടത്? അനുബേട്ട, സന്ദീപിന്റെ ആതിരയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. ഇനി എന്തോന്ന് തീരുമാനം? തീരുമാനം നീയും കേട്ടതല്ലേ? നീ ഇനി സന്ദീപിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ആതിരയുടെ കാര്യേ ഞങ്ങൾ നോക്കിക്കോളാം. അവളുടെ കാര്യത്തിൽ ഒരു ഏട്ടനെന്ന നിലയ്ക്ക് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സമയമാകുമ്പോൾ അറിയിക്കാം. സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് പോയാൽ മാത്രം മതി. അതെന്താ അനുബേട്ട അങ്ങനെ പറയുന്നത്? ഞാൻ അവളുടെ ചേച്ചിയല്ലേ? എനിക്കൊരു അവകാശം അവളുടെ മേലില്ലേ? ഹലോ ഹലോ അനുബേട്ട, വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആതിരയുടെ കാര്യത്തിൽ അനുബേട്ടൻ മറ്റെന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവിടെ എത്തി എല്ലാ കാര്യത്തിനും പരിഹാരം കാണണം. മോളെവിടേക്കാ? അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോണോ അച്ഛാ? എന്താ അത്യാവശ്യമായിട്ട്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ മോളെ പ്രശ്നം? ഒന്നുമില്ല അച്ഛാ. അത് മോള് പറയുന്ന കള്ളവാ. ഞാൻ മാഷിനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ? അയ്യോ വേണ്ട അച്ഛാ. നിന്റെ മുഖം കണ്ടറിയാം നീ എന്തോ വലിയ ടെൻഷനിലാണെന്ന്. എന്താണെങ്കിലും മോൾക്ക് എന്നോട് പറയാലോ. ഏട്ടത്തി, ഇനി ഇത്ര ടെൻഷനൊന്നും കൊണ്ടു നടക്കണ്ട. കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയ്. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവട്ടെ. അതെന്താ അത്ര വലിയ പ്രശ്നം? അതും ഈ വീട്ടില്? അച്ഛാ, ഏട്ടത്തി ഒന്നും പറയാൻ പോകുന്നില്ല. കാര്യം ഞാൻ പറയാം. സന്ദീപേട്ടന് അനഘയെ വിവാഹം കഴിക്കാൻ ഒരു താല്പര്യമില്ല. അച്ഛൻ ഈ വിവാഹം ഉറപ്പിച്ചത് മുതൽ ഇതൊന്നും പറയാൻ ഏട്ടത്തെയും സന്ദീപേട്ടനൊക്കെ ശ്രമിക്കുക. അങ്ങനെ സന്ദീപ് പറഞ്ഞോ? അച്ഛാ, അച്ഛന് വിഷമമൊന്നും ഉണ്ടാവരുത്. പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെയൊരു വിവാഹം ഉറപ്പിക്കുമെന്ന് ഞങ്ങളാരും കരുതിയില്ല. അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് എതിർക്കാനും കഴിഞ്ഞില്ല. സ്നേഹ, അച്ഛാ, ഈ വീട്ടിലെ മുഴുവൻ ആളുകളും എന്റെ മുന്നിൽ ഇപ്പൊ വേണം. എല്ലാവരോടും വരാൻ പറയും. അതച്ഛാ. പറഞ്ഞ അനുസരിച്ചാ മതി. എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും എന്നോട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ടും ഈ വീട്ടിൽ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ടും അത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് നെല്ലിശ്ശേരി സേതുമാധവൻ എന്ന ഗൃഹനാഥന്റെയും അതിലുപരി സേതുമാധവൻ എന്ന അച്ഛന്റെയും പരാജയമാണ്.
ഞാൻ പറയുന്ന കാര്യങ്ങളിലും ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ അതെന്നോട് എൻ്റെ മുഖത്ത് നോക്കി പറയണം. എന്നെ തിരുത്തണം. അതാണ് ഞാൻ എൻ്റെ മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അല്ലാതെ എൻ്റെ മുമ്പിൽ ഒന്നും പുറകിൽ വേറൊന്നും കാണിച്ച് എന്നെ പറ്റിക്കുകയല്ല ചെയ്യേണ്ടത്. അച്ഛൻ പറയുന്ന എന്തിനെ കുറിച്ചാണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. സ്നേഹ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു, ഞങ്ങൾ വന്നു എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അറിയാവുന്ന ഒരുത്തനിവിടെ ഉണ്ട്. നിനക്ക് അനഘയെ വിവാഹം കഴിക്കാൻ സമ്മതമല്ലേ? ഇന്നത്തോടെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാനാ എല്ലാവരോടും ഞാൻ വരാൻ പറഞ്ഞത്. നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറയടാ. നിനക്ക് അനഘയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലേ? അല്ല. നിന്റെ മുമ്പിൽ വെച്ചല്ലേ ഞാൻ എല്ലാവരോടും ഇക്കാര്യം പറഞ്ഞത്. അതിനുശേഷം ഇത്രയും നേരമായി ഒരു വാക്കെങ്കിലും നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? വിട്. നീ പിന്നിത് എപ്പോ പറയാനിരിക്കുമായിരുന്നു? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടോ? ഇവന് മാത്രമല്ല, ഈ വീട്ടിലെ പലർക്കും ഇത് അറിയാമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ സച്ചി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അച്ഛാ, ഒരു മിനിറ്റ്. തനിക്ക് സമാധാനമായല്ലോ? ഞാൻ പറഞ്ഞതല്ലേ ഒന്നും വേണ്ടെന്ന്. പിന്നെ എന്തിനാ അച്ഛനോട് പറയാൻ പോയത്? സച്ചേട്ടാ, ഇതേ ചൊല്ലി വീട്ടിലെ പ്രശ്നങ്ങളാ. ഞാൻ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ. സച്ചേട്ടാ, ഏട്ടത്തെ വഴക്ക് പറയണ്ട. ഈ കാര്യം അച്ഛനോട് പറഞ്ഞത് ഞാനാ. എന്തിന്? മതി. ഇതിപ്പോ ഞാൻ അറിഞ്ഞതാണോ കുറ്റമായത്? ഞാനൊരു തീരുമാനമെടുത്തു. എന്റെ തീരുമാനവും എന്റെ മക്കളുടെ ഇഷ്ടവും രണ്ടും രണ്ടായിപ്പോയി. അത് ഞാൻ അറിഞ്ഞത് ശരിയോ തെറ്റോ എന്ന് അവന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കറിയണമായിരുന്നു. അതറിഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് കുറച്ച് സമയം വേണം. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് എല്ലാവരെയും അറിയിക്കാം. അച്ഛനും നിന്നേ. സന്ദീപിനെ അനഘയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് അച്ഛൻ തീരുമാനിച്ചു. ഇപ്പോ സന്ദീപിന് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറയുകയും ചെയ്തു. ഇനി എത്ര ആലോചിച്ചാലും ഇഷ്ടപ്പെടാത്ത ഈ വിവാഹത്തിന് അച്ഛൻ സന്ദീപിനെ നിർബന്ധിക്കോ? ഇല്ല. അപ്പൊ ഈ നിൽക്കുന്ന എന്റെ അനിയത്തെ ഞാൻ എന്ത് ചെയ്യണം? കൊല്ലണോ? അതോ ഇതെല്ലാം അവളുടെ വിധിയാണെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ.
ഈ വീട്ടിലെ ഒരു പ്രശ്നം പരിഹരിക്കാൻ അർച്ചന എന്തിനാ അവളുടെ വീട്ടിൽ പോന്നേ? അത് അച്ഛൻ ചോദിച്ചില്ലേ? പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അച്ഛൻ അറിഞ്ഞിട്ടില്ല. അച്ഛനോടാരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് അനഘയെ വേണ്ടെന്ന് ഇവൻ പറയുന്നെന്ന് അച്ഛനറിയോ? മൂത്ത ഇടത്തിയുടെ അനിയത്തിയുടെ മോന് ഇഷ്ടക്കേടും വെറുപ്പൊക്കെ ഉള്ളൂ. ഇളയ ഇടത്തിയുടെ അനിയത്തിയുടെ മോന് പ്രേമോ. ആതിരയുമായി ഇവൻ സ്നേഹത്തിലായതുകൊണ്ടാ ഇവൻ അനഘയെ വേണ്ടാന്ന് പറയുന്നത്. ഇതിവിടെ എല്ലാവർക്കും അറിയാം. എല്ലാം പറഞ്ഞു പറഞ്ഞു എന്ന് പറയുന്ന ഇവര് തന്നെ ഇപ്പോഴും അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ അച്ഛന് തോന്നും ഈ വീട്ടിലെ ആളുകൾ മാത്രമാണോ ഇതെല്ലാം അറിഞ്ഞെന്ന്. അല്ല, വൃന്ദാവനത്തിലെ എല്ലാവർക്കും ഇതറിയാം. ചുരുക്കി പറഞ്ഞ എല്ലാവരും കൂടി പാവ അച്ഛനെ പറ്റിക്കുകയായിരുന്നു. സമസ്തം ഈ കാൽക്കീഴിലാണെന്നും നെല്ലിശ്ശേരി സേതുമാധവൻ കിരീടം വയ്ക്കാത്ത രാജാവാണെന്ന് നാട്ടുകാരടക്കം പറയുമ്പോഴും അച്ഛൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അച്ഛന്റെ മക്കള് അച്ഛനൊരു തുഗ്ലക് രാജാവിന്റെ പരിവേഷമാണ് ചാർത്തി തന്നിരിക്കുന്നത്. വെറും വിഡ്ഢിയായ ബുദ്ധിമാൻ. നിർത്ത്. എടുത്ത് എന്താ ഈ പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുന്നത്? ശരിയാണ്, സന്ദീപിന് ആതിര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അനഘയുമായുള്ള വിവാഹം വേണ്ടെന്ന് സന്ദീപ് പറഞ്ഞത്. അത് അച്ഛനെ ഒളിച്ചു വെച്ചെന്നത് നേര് തന്നെയാ. അത് പക്ഷേ ഏട്ടത്തിയോടെ വിവരിച്ചതുപോലെ അച്ഛനെ മണ്ടനാക്കാനൊന്നും അല്ല, സാവകാശം പറഞ്ഞ് മനസ്സിലാക്കാന്ന് കരുതിയിട്ടാ. സന്ദീപിന്റെ ആതിരയുടെയും കാര്യം അറിഞ്ഞപ്പോ ഞാൻ ഓടി വന്ന് ആദ്യം പറഞ്ഞത് അവന്റെ എടുത്തിയോടല്ലേ. അപ്പൊ എടുത്തി എന്നെ പരിഹസിച്ചു. അച്ഛാ, ഇതൊക്കെ അച്ഛനിൽ നിന്ന് മറച്ചു വെച്ചത് തെറ്റ് തന്നെയോ? അതിനെന്ത് ശിക്ഷ? ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. അച്ഛാ, ഞാൻ ആതിരയുമായി ഇഷ്ടത്തിലാണെന്നും ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ലെന്നും അച്ഛൻ്റെ മുന്നിൽ വന്ന് പറയണമെന്ന് ഞാൻ പലതവണ വിചാരിച്ചതാ. ശ്രമിക്കുകയും ചെയ്തു, സാധിച്ചില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം.
അച്ഛ, അവന്തികേട്ടത്തി പറഞ്ഞതുപോലെ വിഷമമൊന്നും അനഘയ്ക്കുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അർച്ചനയിടത്തി ആദ്യം വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ നിന്ന് പിന്മാറില്ലായിരുന്നോ?